നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തട്ടേക്കാടുള്ള സലീം അലി ബേർഡ് സാഞ്ചുറിയിലാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ഇനത്തിലുള്ള പക്ഷികളുടെ ഒരു സങ്കേത കേന്ദ്രമാണിത്. തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഇതിലെയാണ് അതിലേക്ക് കയറുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട്. എത്ര വണ്ടി ഉണ്ടെങ്കിലും പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കയറുന്നത് പാസ് എടുത്തിട്ടാണ്. ഇത് പാസ് കൗണ്ടറാണ്. 50 രൂപയാണ് ഒരാൾക്ക് പാസ് വരുന്നത്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 25 രൂപ എക്സ്ട്രാ വരും. ഇവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്. കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ കണ്ണുടക്കുന്നത് ഈ ഒരു സിംഹവാലൻ കുരങ്ങിനാണ്. പുള്ളി ക്യാമറയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വരുന്നതും ക്യാമറയ്ക്ക് പോസ് ചെയ്യാനൊക്കെ ഞങ്ങളുടെ ഇവിടെ സെൽഫി എടുക്കാനും ഒക്കെ നിന്ന് തന്നു. ആൾക്കാരും ക്യാമറയൊക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. നമ്മളെ മനുഷ്യരെ ഒന്നൊരു പേടിയൊന്നുമില്ല. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്ന് അവിടെ നിൽക്കും. അങ്ങനെ കുറേ മൃഗങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊരു മയിലാണ്, ഒരു പെയറായിട്ടുള്ള മയിലാണ്. 2 മയിലുണ്ട് ആ ഒരു കൂടിനകത്ത്. പീലിയൊക്കെ ഇച്ചിരി കുറവാണ്. അതെ, തൊത്ത. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനും വേണമെങ്കിൽ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയ പല സ്ഥലങ്ങളും അവിടെയുണ്ട്. ഇത് വിവിധ ഇനത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു കുറേ ഏരിയ ഉണ്ട്. അവിടെ ഇങ്ങനെ ചുമ്മാ നടക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒരു പക്ഷിയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നിറച്ച് കുരങ്ങുകളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, 2-3 കുരങ്ങുകളെ ഇപ്പോൾ കാണാം. അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തും ഒക്കെ കുരങ്ങുകളുണ്ട്. സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് കൈ പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തട്ടി പറിച്ചുകൊണ്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. ഞങ്ങൾക്കൊന്നൊരു പ്രശ്നം ഉണ്ടായില്ല. എങ്കിലും ഇതവിടെ വേറെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, മുള്ളംപന്തിയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതവിടെ ചുമ്മാ ഇരിക്കാൻ വേണ്ടി അവരൊരു കൂടാരം പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കയറി ഇരുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളം കുടിക്കാനും ഒക്കെ. പിന്നെ അവിടെ ഒരു ചിത്രശലഭ പാർക്കുണ്ട്. ഒരു ഏരിയ തിരിച്ച് കണ്ടോ, ചിത്രശലഭത്തിൻ്റെ രൂപത്തിലുള്ളൊരു എൻട്രൻസ് ഒക്കെയാണ്. അതിനുള്ളിൽ ഒത്തിരി ചിത്രശലഭങ്ങളുണ്ട്. അതങ്ങനെ വളർത്തുന്നൊന്നുമല്ല, അങ്ങനെ ജസ്റ്റ് വിട്ടേക്കുവാണ്, ഫ്രീ ആയിട്ട് തന്നെ വിട്ടേക്കുവാണ്. കുറേ പൂക്കളുണ്ട്. ആ പൂക്കളിൽ കൂടെ നിറച്ച് ചിത്രശലഭങ്ങൾ നമ്മൾ നോക്കിയാൽ കാണാം. ഭയങ്കര അതീവ എന്താ പറയുക, നമ്മൾ കാണാത്ത രീതിയിലുള്ളതൊന്നുമല്ല. നമ്മൾ കാണുന്ന സൈസൊക്കെ തന്നെയാണ്, പക്ഷെ ഒത്തിരി ഉണ്ട്. ചിത്രശലഭ പാർക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിത്രശലഭത്തിനെ കാണാതെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടംപോലെ ചിത്രശലഭങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് അവിടെ പൂവെ കൂടി ഇരിക്കുന്നതും പറക്കുന്നതൊക്കെ കാണാം. ഇതും അത്യാവശ്യം ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഈ ചിത്രശലഭ പാർക്കെന്ന് പറഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പൂന്തോട്ടം പോലത്തെ ഒരു സ്ഥലമാണ്. അതൊരു കുറേ ഏരിയ ഉണ്ട്. നമുക്കതിക്കിടെയൊക്കെ ചുറ്റി നടന്ന് കാണാനും കുറേ പൂക്കൾ കാണാനും ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. സൂക്ഷിച്ച് നോക്കിയാൽ ഈ വീഡിയോയിൽ തന്നെ പലയിടത്തും ചിത്രശലഭങ്ങൾ പറക്കുന്നതാണ്. അതുകൊണ്ട് റൈറ്റ് സൈഡിൽ നിറച്ച് ചിത്രശലഭങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ വാഴയാണ്, അതിൻ്റെ താഴേക്കൂടെ വേണം നമുക്ക് നടന്നു പോരാൻ. അച്ചാച്ചി അമ്മച്ചയൊക്കെ അവിടെ നടന്ന് വിഷമിച്ച് ഇവിടെ വിശ്രമിക്കുന്ന ഭാഗമാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും തന്നെ കവർ ചെയ്തിട്ട് അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഔഷധ സസ്യങ്ങളുടെ ഒരു തോട്ടമാണ്. അതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നത്. ഒരു ഏരിയ തിരിച്ച് അവർ കുറേ ഔഷധ സസ്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. വിവിധ ഇനത്തിലുള്ള നമ്മൾ കാണാത്ത സൈസൊക്കെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു 150 മീറ്റർ മാറി ശരിക്കുള്ള ഒരു കാട്, ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. അതാണ് സലീം അലിയും പക്ഷി നിരീക്ഷക പാത എന്നാണ് അവർ അതിൽ ഹെഡിങ് എഴുതി വെച്ചേക്കുന്നത്. അത് കാട്ടിലേക്ക് നടക്കുകയാണ്. ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ട് ഉള്ളിലേക്ക്. കാട്ടിലേക്ക് നമുക്ക് നടക്കാം. ഈ സെയിം പാസ് തന്നെയാണ് അവിടെയും കാണിക്കുന്നത്. ഈ 50 രൂപയുടെ പാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തും കൂടെ കയറാൻ പറ്റും. ആ കാട്ടിൽ കൂടെ നമുക്ക് കുറേ നേരം നടക്കാനുണ്ട്, കുറേ ദൂരമുണ്ട് നടക്കാൻ. ഈ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം, പേടിക്കാനൊന്നുമില്ല. വന്യജീവികൾ ആക്രമിക്കത്തൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിരപ്പിനുള്ള സ്ഥലം തന്നെയാണ്, എല്ലാവർക്കും നടക്കാൻ പറ്റും. രസമാണ് അതിൽ കൂടെ ചുമ്മാ നടക്കാനൊക്കെ. നല്ല രസമുണ്ടല്ലേ ഇത് നടക്കാൻ? റോസു, മരിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇതിനോ? നല്ല കിളികളുടെ ശബ്ദം സംഭവം കൊള്ളാം കേട്ടോ, നല്ലൊരു രസമുണ്ട്.
പിന്നെ പോകുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 4:30 വരെയാണ് അവർ അതിനകത്തേക്ക് കയറ്റി നമ്മൾ കയറി അതിനുള്ളിൽ ഇറങ്ങണം 4:30-ക്കുള്ളിൽ. അപ്പോൾ അതിനനുസരിച്ച് ടൈം കണക്കാക്കി പോകുക. ഉച്ചയ്ക്ക് ഇപ്പോൾ അടുത്തുള്ളവരൊക്കെയാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് പോയാലും മതി. ഒരു 2 മണിക്ക് ചെന്നാലും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാ സ്ഥലങ്ങളും കണ്ട് തിരിച്ചിറങ്ങി പോരാൻ പറ്റും. ഒത്തിരി ഒരു ഫുൾ ഡേ എടുത്ത് കാണാനുള്ള സ്ഥലമൊന്നുമില്ല. അടുത്തായിട്ട് ഞങ്ങൾ പോകുന്നത് ഭൂതത്താൻകെട്ട് പാലത്തിലേക്കാണ്. ഇത് രണ്ടും കൂടെ ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. പോകുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ആദ്യം നിങ്ങൾ തട്ടേക്കാട് തന്നെ പോവുക. ഭൂതത്താൻകെട്ട് പാലത്തിൻ്റെ ആ ഭാഗമൊക്കെ നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു 5 മണി 6 മണി ടൈമിലേക്കായിരിക്കും ഭൂതത്താൻകെട്ടിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് നല്ലത്. ഒരു 5 മണിക്കൊക്കെ വരുമായിരിക്കും നല്ലത്. ഇവിടെ പാലത്തിലേക്ക് ഡയറക്റ്റ് ഇപ്പോൾ കയറ്റി വിടുന്നില്ല. ഒരു ഗ്രീനിക്സ് നേച്ചർ പാർക്ക് എന്നും പറഞ്ഞുകൊണ്ടൊരു ഏരിയ എന്തൊരു കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ ഉള്ളതെന്ന് നോക്കാം. നേരെ അങ്ങോട്ട് പാലത്തിലേക്ക് നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ട്. എന്താ അവിടെ സംഭവം എന്ന് നോക്കാം. 2 സൈഡും നല്ല രസമായിട്ട് കെട്ടി ഉള്ളൊരു വഴി കൂടെ ആട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൈക്കിള് വാടകയ്ക്ക് കൊടുക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് 50 രൂപ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ സൈക്കിൾ ഓടിക്കാം. അതിൽ കൂടെ ഒരു ഏരിയ ഉണ്ട്, വലിയൊരു ഏരിയ ഉണ്ട്. അതിൽ കൂടെ നമുക്ക് സൈക്കിൾ ഓടിക്കാനുള്ള ഇത് കിട്ടും. ഞങ്ങൾ സൈക്കിളൊന്നും വാടകയ്ക്ക് എടുത്തില്ല. ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. 2 സൈഡിലും കണ്ടില്ലേ ഇരിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ പുഴേനെ നോക്കിയും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം നമുക്ക് എന്നാ ഉള്ളതെന്നുള്ളത്. അവിടെ ഒരു മരത്തേൽ ടയറുകൾ പെയിൻ്റ് അടിച്ചിട്ട് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഊഞ്ഞാല് പോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അവരൊക്കെ അടുത്തേക്ക് പോയിട്ട് അത് എങ്ങനെയാണ് ആടേണ്ടതെന്നുള്ള അവർക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇതിനകത്ത് പലതരത്തിൽ പല രീതിയിൽ അവർ ശ്രമിച്ചു നോക്കുന്നുണ്ട് അതിനകത്ത് ആടാൻ വേണ്ടി. പിന്നെ ഞാൻ തന്നെ കളത്തിലിറക്കേണ്ട വന്നു ഇതെങ്ങനെ ആടണം എന്നുള്ളത് അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഒരു മാർഗ്ഗത്തിൽ മാത്രമേ അത് ആടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സീറ്റിൽ ടയറിൻ്റെ അകത്ത് കയറിയിരിക്കാവുന്ന ഒരു രീതിയിലല്ല അത് കെട്ടിയേക്കുന്നത്. അവിടെ നിന്ന് ഇച്ചിരി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ പാലത്തിൻ്റെ സൈഡിലേക്ക് വരും. അവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ക്ലോസ്ഡ് ആണ് ഇപ്പം. മേ ബി കൊറോണയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അതിപ്പോൾ കയറ്റി വിടുന്നില്ല. പക്ഷേ അതിൻ്റെ പണിയൊക്കെ തീർന്നതാണ്. ഈ കാണുന്നതാണ് ഭൂതത്താൻകെട്ട് പാലം. ഭൂതത്താൻകെട്ട് പാലത്തിൽ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുവെന്നേ ഉള്ളൂ. അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. നേരത്തേക്ക് എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്. പക്ഷേ പാർക്കും ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അതും ഈ കൊറോണയുടെ ഇഷ്യൂ കാരണമായിരിക്കും. അല്ലെങ്കിൽ ഈ പാർക്കിലൊക്കെ കയറിയിരിക്കുമായിരുന്നു. നേരത്തെ വരുമ്പോൾ നമുക്ക് പാർക്കിലൊക്കെ പോയിരുന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാവുന്നതായിരുന്നു. അത് രസമുള്ള സ്ഥലമാണ്. ഇനി ഇപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ മാറിയിട്ട് നിങ്ങൾ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പാർക്കും ആസ്വദിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ പാലത്തിലേക്കാണ്. ഇപ്പോൾ പുതുതായിട്ടൊരു പാലം വന്നിട്ടുണ്ട്. അതായത് പഴയ പാലത്തിന് പകരമായിട്ടൊരു പുതിയ പാലം വന്നിട്ടുണ്ട്. അതിൽ കൂടെയാണ് ഇപ്പോൾ ബസ്സും വണ്ടികളും എല്ലാം കിടത്തി വിടുന്നത്. ഭൂതത്താൻകെട്ടിൻ്റെ പഴയ പാലം കാണണമെങ്കിൽ ഈ പുതിയ പാലത്തിൽ നിന്നിട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇതൊക്കെ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇവിടെ വരുന്നു. ഈ പാലത്തേൽ തന്നെ വണ്ടി നിർത്തിയിട്ടൊക്കെയാണ് ആളുകൾ പഴയ പാലം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതാണ് പുതിയ പാലം. ഇപ്പോൾ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നതാണ് പുതിയ പാലം. റൈറ്റ് സൈഡിലായിട്ട് പഴയ പാലവും കാണാം. പഴയ പാലം നല്ല മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ എന്തോരം ആളുകളാണ് വന്നിരിക്കുന്നത് നോക്ക്. ഒത്തിരി ആളുകൾ ഇത് കാണാൻ വേണ്ടി ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ തട്ടേക്കാട് നിന്ന് നേരെ വന്നിരിക്കുന്നത് ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ്. ഇവിടെ പുതിയൊരു പാലമൊക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് നമ്മൾ വന്നതാണ്. പഴയ പാലത്തിൽ കൂടെ ഇപ്പോൾ വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല. പുതിയ പാലത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അത് കാണാനൊക്കെ ആയിട്ട് വന്നേക്കണത്. ഇപ്പോൾ സമയം ഏകദേശം 5:45. നല്ല കാറ്റാണ് ഇവിടെ, നല്ല രസമുണ്ട്, നല്ലൊരു വൈബൊക്കെയാണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഈ കാണുന്നതാണ് ഭൂതത്താൻകെട്ട് ഡാം. അതിൻ്റെ 2 ഷട്ടറുകൾ എന്തോ തുറന്നിട്ടുണ്ട്. അതിൽ കൂടെ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാം. ബാക്കി ഷട്ടറുകളെല്ലാം ക്ലോസ്ഡ് ആണ്. ഈ പാലം ഭൂതത്താൻകെട്ടും തട്ടേക്കാടും ഒരു ദിവസത്തെ ഒരു 1 ഡേ ട്രിപ്പായിട്ട്, ശരിക്കും പറഞ്ഞാൽ 1 ഡേ ട്രിപ്പ് എടുക്കാനല്ലോ, ഒരു ഹാഫ് ഡേ ട്രിപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എല്ലാവരും വന്ന് കാണുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്